ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷിർദിയിൽ പോവാണ്. ഷിർദി സായിബാബ ക്ഷേത്രത്തിൽ പോവാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഷിർദിയിലേക്കുള്ള ഫ്ലൈറ്റാണിത്. ഇപ്പോൾ ഫ്ലൈറ്റിലാണ് ഞാൻ ഷിർദിയിൽ പോകുന്നത്. ഇപ്പോൾ ഷിർദിയിൽ ഫ്ലൈറ്റുള്ള കാര്യം പലവർക്കും അധികം അറിയില്ല. ട്രെയിനും മറ്റും പിടിച്ചാൽ പോര്. ഷിർദിയിലെ സായിബാബ ക്ഷേത്രത്തിൽ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്, ഇൻഡിഗോ എന്ന ഫ്ലൈറ്റ്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകൾ പോകാം. ഫ്ലൈറ്റിൽ മീൽസ് ഉണ്ട്. മീൽസിൻ്റെ എന്ന് പറയുന്നത് ഇതാണ്. കുറേ സ്വീറ്റ്സ്, പിന്നെ സാൻഡ്വിച്ച്, പിന്നെ ജ്യൂസ്. ഗൈസ്, ഞാനിപ്പോൾ ഷിർദി എത്തിയിരിക്കുകയാണ്. ഷിർദി ടെമ്പിളിൻ്റെ TV ദൃശ്യങ്ങളാണ്. എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഹോട്ടലിൽ ചെന്ന് പിന്നെ ഷിർദി സായിബാബയുടെ ക്ഷേത്രത്തിലും പോകാം. വെൽക്കം ടു ഷിർദി. ഇതാണ് ഷിർദി. ഷിർദിയിൽ ഫ്ലൈറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ക്യാബ് പിടിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. ഞാൻ ആദ്യം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. ഗോവിന്ദ് എന്ന ഹോട്ടലാണ്. റൂം കാണാം. റൂം ചെറിയ റൂമാണ്. ഇത് സായിബാബ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സായി ടെമ്പിളിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ നല്ല വിശാലമായ സ്പേസുള്ള ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ നമുക്കിനി സായിബാബയുടെ ദർശനം ചെയ്തിട്ട് വരാം. റൂം ഞാനിന്ന് എടുത്തു. അതിൻ്റെ അടുത്തുള്ളതാണ് ഒരു ശ്രീ ഗോവിന്ദ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ സായി ടെമ്പിളിലേക്ക്. അപ്പോൾ നമുക്കിപ്പോൾ പോയിട്ട്, ഇപ്പോൾ ടിക്കറ്റൊന്നും ഞാൻ നേരത്തെ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് VIP ടിക്കറ്റ് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പോയി കാഴ്ചകൾ കാണാം. ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലോക്കൽ മഹാരാഷ്ട്രയിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഷിർദി എന്ന സ്ഥലത്താണ്. ഷിർദി മഹാരാഷ്ട്രയിലാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വന്ന് പറയാം. ഇപ്പോൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് ഒരു പ്രധാന ജംഗ്ഷനാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പല സ്ഥലത്തും പോകേണ്ടത് കാണിച്ചു തരാം. ഇതാണ് ശ്രീ സായിബാബ മന്ദിർ. നേരെ സായി കോംപ്ലക്സ് സമാധി മന്ദിറാണ് നേരെ ഉള്ളത്. അപ്പോൾ പോയി നോക്കാം എങ്ങോട്ടാണ് പോകേണ്ടത്. ഷിർദി വേണം. എത്താനായി. എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. ശ്രീ മഹാലക്ഷ്മി മന്ദിർ. എന്താ സ്ഥലം അറിയില്ല. ഒരു ചെറിയ ക്ഷേത്രമാണ്. എത്താനായി. ഇതൊരു മ്യൂസിയത്തിൻ്റെ എൻട്രിയാണ്. നേരെ പോകും. ഇതാണ് എൻട്രൻസ്. ഗേറ്റ് 6 ദർശൻ പെയ്ഡ് പാസ് എൻട്രി. ഇവിടെ കയറിയിട്ട് ഇവിടെ സീനിയർ സിറ്റിസൻ്റെ ക്യൂ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇങ്ങോട്ടാണ് നമ്മൾ പെയ്ഡ് ദർശനമുള്ളത്. മൊബൈൽ അലൗഡ് അല്ല. നമുക്ക് ആ പെയ്ഡ് ദർശനം വരെ പോയിട്ട് വരാം. അന്ന് ഗേറ്റ് 6 ആണ് പെയ്ഡ് ദർശൻ. ഗേറ്റ് 7 ഫ്രീ ദർശനമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ ചപ്പൽ വെക്കണം. അങ്ങോട്ട് അവിടെ ഇഷ്ടംപോലെ കൗണ്ടർ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ താഴെ വെക്കാം. മൊബൈലും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ കാണിച്ചു തരാം പോകേണ്ടത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മൊബൈൽ അലൗഡ് അല്ല. ഇതാണ് മൊബൈൽ ക്യാമറ ലോക്കർ. പിന്നെ ഫ്രീ ഷൂസ് വെക്കേണ്ട സ്ഥലം. പിന്നെ നമുക്ക് നേരെ പോയിട്ട് റൈറ്റ് എടുത്താൽ പെയ്ഡ് ദർശനവും ഫ്രീ ദർശനവും കാണാം. പെയ്ഡ് ദർശനം ഇതിലൂടെ കയറിയിട്ട് നമുക്ക് പാസ് കിട്ടും. 200 റുപ്പീസാണ് എൻട്രി. ഓക്കെ, മൊബൈൽ അലൗഡ് അല്ല. അതുകൊണ്ട് ഉള്ളത്തെ കാഴ്ചകളൊന്നും ഇനി കാണിക്കാൻ പറ്റില്ല. ഇനി ദർശനം കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം. 7 ആണ്. ഇത് ഫ്രീ ദർശനമാണ്. പക്ഷേ ഇവിടെ മൊബൈൽ അലൗഡ് അല്ല. ഓക്കെ, നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് വരാം. മൊബൈൽ അലൗഡ് അല്ല. അങ്ങനെ ഉള്ളത്തെ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. അതായത് അപ്പോൾ അങ്ങനെ ദർശനം കഴിഞ്ഞു. ദർശനം നന്നായിരുന്നു. അധികം തിരക്കൊന്നുമില്ല. 200 രൂപയുടെ ടിക്കറ്റിനധികം തിരക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ദർശനം എത്തുമ്പോൾ നല്ല ഉന്തും തള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ്
ഇതിൻ്റെ അടുത്തുള്ള വേറൊരു സ്ഥലം ശ്രീ സായി പാൽക്കി ഉദ്യാനം, ഒരു ഗാർഡനാണ്. ഒരു വലിയ സ്റ്റാച്ചു കാണാം സായിബാബയുടെ.